ലാർജ് നമ്പേഴ്സിൽ നമ്മൾ അടുത്തായിട്ട് കാണുന്നത് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ് xn ബി എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ്. സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുമ്പോൾ x1, x2 എക്സെട്ര ഒരുപാട് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ്. സോ അതിനെ നമ്മൾ xn സീക്വൻസ് xn എന്ന് വിളിക്കുന്നു. സോ എല്ലാം x1, x2 എക്സെട്ര എല്ലാം റാൻഡം വേരിയബിൾസ് ആണ്. So we say that xn converges in probability to a constant theta. Okay, xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഒരു കോൺസ്റ്റന്റ് തീറ്റയിലേക്ക് കൺവേർജ് ചെയ്യുന്നു ഇൻ പ്രോബബിലിറ്റി എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 probability that modulus xn minus theta greater than or equal to epsilon tends to 0 as n tends to infinity. അതായത് ഈ n എന്ന് പറയുന്ന xnന്റെ സഫിക്സ് n കണ്ടല്ലോ, അത് ഇൻഫിനിറ്റി ആകുന്ന സമയത്ത്, അതായത് ഈ റാൻഡം വേരിയബിൾസ് അങ്ങ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം, സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം xn എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനും തീറ്റ എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോസിറ്റീവ് വാല്യൂവിനെക്കാട്ടിലും കൂടാനുള്ള പ്രോബബിലിറ്റി 0 ആണെങ്കിൽ then we say that xn converges to theta in probability. അല്ലെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ xn tends to theta in probability if എപ്പോഴാണ് ആസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം എക്സനിനും തീറ്റയ്ക്കും ഇടയിലുള്ള ആ ഒരു ഡിഫറൻസ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോസിറ്റീവ് വാല്യൂവിനെക്കാട്ടിലും ചെറുതാകാനുള്ള പ്രോബബിലിറ്റി 1ലേക്ക് പോകുന്നു. സോ ആ പ്രോബബിലിറ്റി 1 ആകുന്നുണ്ടെങ്കിൽ then we say that this xn, the random variable xn അല്ലെങ്കിൽ സീക്വൻസ് xn converges in probability to theta. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, അതാണ് അതിന്റെ നൊട്ടേഷൻ എന്ന് പറയുക. നമുക്കിതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മൾ xn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾ. അപ്പം n എന്തായാലും xn എടുക്കുന്ന വാല്യൂ 0യോ 1ഓ. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്താണ്? 0 ആകാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് 1/n, 1 ആകാനുള്ള പ്രോബബിലിറ്റി 1/n. അപ്പോൾ ഇതൊരു PMF ആണ് അല്ലേ? കാരണം രണ്ട് പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ സം എന്താണ്? 1 മൈനസ് 1/n പ്ലസ് 1/n 1 ആണ്. സമ്മും 1/n ആണ്. സോ ദിസ് ഈസ് എ PMF. അങ്ങനെയാണെങ്കിൽ ഇനി xn ഏത് വാല്യൂയിലേക്കാണ് ടെൻഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. xn 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഡെഫിനിഷൻ വെച്ചിട്ട് നോക്കാം. അപ്പോൾ xn 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് xn മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഈ പ്രോബബിലിറ്റി കാണാൻ പോവാണ്. പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് xn മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അപ്പം എപ്സിലോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, അതേപോലെ അതൊരു വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, 0യ്ക്ക് അടുത്തായിട്ട് നിൽക്കുന്ന കുഞ്ഞൊരു വാല്യൂ. അപ്പം xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ അല്ലെങ്കിൽ മൈനസ് എപ്സിലോണും എപ്സിലോണും ഇടയ്ക്ക് xn കിടക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന PMFൽ നിന്ന് xn എടുക്കാവുന്ന വാല്യൂ എന്താവും? 0 ആയിരിക്കത്തുള്ളൂ. x ഈക്വൽ ടു 1. എപ്സിലോൺ എന്ന് പറയുന്നത് 1 വരെ പോകുന്ന ഒരു വാല്യൂ അല്ല. സോ xn ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് xn ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഈ പ്രോബബിലിറ്റി എന്താണ്? 1 മൈനസ് 1/n. അപ്പൊ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി വെദർ ദിസ് ഗോസ് ടു 1 എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ പ്രോബബിലിറ്റിയുടെ ലിമിറ്റ് എടുത്താൽ മതി. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് പ്രോബബിലിറ്റി. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? സോ നമ്മൾ ലിമിറ്റ് എടുത്തു. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് xn മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. എന്ത് കിട്ടി? ലിമിറ്റ് ഓഫ് 1 മൈനസ് 1/n ന്റെ limit as n tends to infinity.
1 minus 0, ആൻസർ 1 ആണ്. സോ ദിസ് പ്രോബബിലിറ്റി, ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് xn കൺവേർജസ് ഇൻ പ്രോബബിലിറ്റി ടു 0. സോ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ക്ലിയർ ആയല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇതെടുക്കാം. ഇതിന്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ടല്ലോ, അത് വെച്ചും കൂടി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ, അല്ലെങ്കിൽ എക്സൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എപ്സിലോൺ. അപ്പോൾ എക്സന് നെഗറ്റീവ് വാല്യൂ ഒന്നും എടുക്കുന്നില്ല അല്ലേ, 0യും 1ഉം ഉള്ളൂ. അപ്പം എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെടുക്കാം? എക്സൻ ഈക്വൽ ടു 1 ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എക്സൻ ഈക്വൽ ടു 1 ആകാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/n ആണ്. അതിന്റെ ലിമിറ്റ് എടുത്തു കഴിയുമ്പോൾ എന്ത് കിട്ടി? n ഇൻഫിനിറ്റി ആവുമ്പോൾ 1/n 0 ആവും. സോ ദിസ് പ്രോബബിലിറ്റി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? xn ടെൻസ് ടു 0 ഇൻ പ്രോബബിലിറ്റി. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാനാണെങ്കിൽ, അതായത് കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് അറിഞ്ഞു വെക്കുക, കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത്, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അടുത്ത നമ്മൾ കാണുന്നത് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് നമുക്ക് എ സീക്വൻസ് ഓഫ് റാൻഡം വേരിയബിൾസ് xn ഉണ്ട്, അതായത് സീക്വൻസ് x1 x2 എക്സെട്ര. ഇനി വേറൊരു റാൻഡം വേരിയബിൾ x ഉണ്ട്. x എന്ന് പറയുന്നത് നമ്മളൊരു ഡിഫൈൻഡ് റാൻഡം വേരിയബിൾ. ലെറ്റ് fn ബി ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് xn ആൻഡ് f ബി ദ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ X. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് xn കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ടു x എപ്പോഴാണ്? ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി fn ഈക്വൽ ടു f. അതായത് fn എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷന്റെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ f എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് xn കൺവേർജസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ടു x. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന പോലെ xn കൺവേർജസ് x ഇൻ L എന്നാണ്. എല്ലിനെ കൺവേർജൻസ് ഇൻ ലോ എന്നാണ് വിളിക്കുക. അപ്പൊ ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മുടെ fn എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ fnന്റെ ലിമിറ്റ് നോക്കണം. അപ്പം n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പം fnന്റെ വാല്യൂ എന്താണ് വരുന്നത്? അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ഫംഗ്ഷന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പം x ലെസ് ദാൻ 0 ആകുമ്പം 0 തന്നെ. അടുത്തത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ n. അപ്പം n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പം ലിമിറ്റ് എന്തായി? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഇൻഫിനിറ്റിക്ക് കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് 1/n. ഓക്കെ, അടുത്തത് 1 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ n ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല അല്ലേ? ഇൻഫിനിറ്റി ആണ് ഏറ്റവും മാക്സിമം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ആ ഒരു ടേം നമുക്ക് എഴുതണ്ട. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടേം ലിമിറ്റ് 1 മൈനസ് 1/n അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പം എന്താണ് ലിമിറ്റ്? 1 മൈനസ് 1/nന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1. സോ എക്സ് ലെസ് ദാൻ 0ക്ക് 0യും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് 1ഉം. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ? സം 0 ആണ്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. സോ fn കൺവേർജസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ടു f, അല്ലെങ്കിൽ xn കൺവേർജസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ലോ ടു x. അങ്ങനെ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് കൺവേർജൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയും ഡിസ്ട്രിബ്യൂഷനും വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്കുള്ളൂ. അത് ഡെഫിനിഷനും എക്സാമ്പിളും സഹിതം പഠിച്ചു വയ്ക്കാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് നമ്പേഴ്സിന്റെ കുറച്ച് ലോസ് ആണ്. അപ്പം അതിൽ ആദ്യത്തെയാണ് ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞായിരുന്നു ഇത് ലാർജ് നമ്പേഴ്സിനെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് അല്ലേ? അതായത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അവിടെ നമുക്ക് കുറെ സ്പെഷ്യൽ ലോസും റൂൾസും ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അപ്പം ഇവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ബെർണോള്ളി ട്രയൽസ് വെച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഒരു ബെർണോള്ളി ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്പെരിമെന്റ് ഉണ്ടെങ്കിൽ അതിന് 2 ഔട്ട്കം
ഒരു സക്സസ്, ഒരു ഫെയിലിയർ. അപ്പം അത് വെച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബെർണോള്ളി, ഒരു സിംഗിൾ ഔട്ട്കം ആണെങ്കിൽ, സിംഗിൾ ട്രയൽ ആണെങ്കിൽ ബെർണോള്ളി ഡിസ്ട്രിബ്യൂഷൻ, ഒന്നിൽ കൂടുതൽ ട്രയൽസ് ഉണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു നമ്പർ ഓഫ് സക്സസ് ഇല്ലേ, ഇപ്പം നമ്മൾ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഇപ്പം 5 തവണ ഒരു കോയിൻ ടോസ് ചെയ്തു, അതിൻ്റെ നമ്പർ ഓഫ് ഹെഡ് കിട്ടുന്നത് ഒരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്ന ഈവൻറ്റ് നമുക്കൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് അസ്യൂം ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ ഓഫ് ഹെഡ്സിൻ്റെ ആ ഒരു റേഷ്യോ, അതായത് നമ്പർ ഓഫ് ഹെഡ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, ആ ഒരു റേഷ്യോയുടെ കൺവെർജൻസ് ആണ് നമ്മൾ ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് n ട്രയൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് xn ആക്കി കൺസിഡർ ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് വൺ സിംഗിൾ സക്സസ് എന്ന് പറയുന്നത് p ആയിട്ട് കൺസിഡർ ചെയ്യുക, സ്മോൾ p. അപ്പം ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫോർ എനി സ്മോൾ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ, അതായത് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, നമ്മളൊരു സ്മോൾ പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് കാണുന്നത്. എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് xn ബൈ n മൈനസ് p ലെസ് ദാൻ എപ്സിലോൺ ടെൻസ് ടു 1 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പം ഇത് നോക്കിക്കേ, ഇത് നമ്മൾ കൺവേർജൻസ് ഇൻ പ്രോബബിലിറ്റിയിൽ കണ്ട അതേ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പക്ഷെ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഈ നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്നതിനനുസരിച്ച്, നമ്പർ ഓഫ് ട്രയൽസ് കൂടുമ്പം ഈ xn ബൈ n എന്ന് പറയുന്ന റേഷ്യോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ഓഫ്, റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് നമ്പർ ഓഫ് സക്സസസ്, അങ്ങനെ പറയാൻ മേലെ, റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് നമ്പർ ഓഫ് സക്സസസ് എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുന്നത്? സിംഗിൾ ട്രയലിൻ്റെ പ്രോബബിലിറ്റിയിലേക്ക്, സിംഗിൾ സക്സസിൻ്റെ പ്രോബബിലിറ്റിയിലേക്ക്, ഒരു സിംഗിൾ സക്സസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നു. എന്താ ടെൻഡ് ചെയ്യുന്നത്? റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് സക്സസസ്. എപ്പോഴാണ് ടെൻഡ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ട്രയൽസ് കൂടുമ്പോൾ. അപ്പോൾ അതാണ് ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റിനേക്കാളും ഇമ്പോർട്ടൻസ് അതിൻ്റെ മീനിങ്ങിനാണ്. എന്താണ് മീനിങ്? As number of trials increases, the relative frequency of success tends to the probability of a single success. Okay, അപ്പോൾ അതാണ് കൺവെർജൻസ് ഇൻ പ്രോബബിലിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കുക. നമുക്കിതിൻ്റെ പ്രൂഫ് കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു n ട്രയൽസ് ഉണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് സക്സസസ് xn എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, p എന്ന് പറയുന്നത് സിംഗിൾ ട്രയലിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഓക്കെ, അപ്പം നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പെക്ടേഷൻ എന്താണ്? n ഇൻറ്റു p അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് xn ബൈ n എന്താണ്? p തന്നെ. എക്സ്പെക്ടേഷൻ ഓഫ് xn ബൈ n എന്താ? 1 ബൈ n ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് xn, അതായത് 1 ബൈ n ഇൻറ്റു np, അതായത് p. അപ്പം വേരിയൻസ് ഓഫ് xn എന്താണ്? npq ആണ്. q എന്താണ്? 1 മൈനസ് p അല്ലേ? ഇത് ഡിസ്ട്രിബ്യൂഷന് നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലേ? അപ്പം xn ബൈ n നമുക്ക് വേണ്ട ബെർണോള്ളി ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അപ്പം xnന്റെ മീനും വേരിയൻസും കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. xn ബൈ n എന്ന് പറയുന്ന റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ മീനും വേരിയൻസും ആണ് നമുക്ക് വേണ്ടത്. സോ വേരിയൻസ് ഓഫ് xn ബൈ n എന്താണ്? വേരിയൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഒരു കോൺസ്റ്റന്റ്, xnന് കോഎഫിഷ്യന്റ് ആയിട്ട് ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് വേരിയൻസിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ സ്ക്വയർ ആണ് എടുക്കുക. സോ 1 ബൈ n സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് xn എന്ന് വെച്ചാൽ എന്താണ്? p ഇൻറ്റു 1 മൈനസ് p ബൈ n, അല്ലെങ്കിൽ pq ബൈ n. അപ്പം എക്സ്പെക്ടേഷനും വേരിയൻസും കിട്ടി. ഇനി നമ്മൾ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ബേസിസിലാണ് ഈ ബെർണോള്ളിസ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക. അപ്പോൾ ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റി ഉപയോഗിച്ച് നമുക്കിതിനെ ഇങ്ങനെ എഴുതാലോ. എന്തായിരുന്നു ഷെബിഷെഫ്സ് ഇനിക്വാളിറ്റിയിൽ? xn മൈനസ് മോഡൽ പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് xn മൈനസ് മ്യൂ ലെസ് ദാൻ t സിഗ്മ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 മൈനസ് 1 ബൈ t സ്ക്വയർ. അപ്പോൾ ഇവിടെ മ്യൂവിന് പകരം എക്സ്പെക്ടേഷൻ ഓഫ് xn ബൈ n, സിഗ്മയ്ക്ക് പകരം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് xn ബൈ n. അപ്പം നമുക്കറിയാവുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫോമിൽ വരുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഈ ടി ഇൻറ്റു റൂട്ട് ഓഫ് പി ക്യൂ ബൈ എന്നിനെ നമുക്ക് എപ്സിലോൺ എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിലെ ആ ഒരു ടേം എപ്സിലോൺ ആവും. അതിൽ നിന്ന് നമുക്ക് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ടിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എപ്സിലോൺ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ബൈ പി ഇൻറ്റു 1 മൈനസ് പി. പി ഇൻറ്റു 1 മൈനസ് പി നമുക്ക് പി ക്യൂ എന്ന് വേണമെങ്കിലും വിളിക്കാം. അപ്പം നമുക്കിത് ഇൻഇക്വാളിറ്റിയുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടി സ്ക്വയറിൽ ഈ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വന്നു? 1 മൈനസ് പി ഇൻറ്റു 1 മൈനസ് പി ഡിവൈഡഡ് ബൈ എൻ എപ്സിലോൺ സ്ക്വയർ. ഇനി പി ഇൻറ്റു 1 മൈനസ് പി. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ നോക്കുമ്പം പി ക്യൂവിന് മാക്സിമം എടുക്കാവുന്ന, അല്ലെങ്കിൽ പി ഇൻറ്റു 1 മൈനസ് പിക്ക് മാക്സിമം എടുക്കാവുന്ന വാല്യൂ എത്രയാണ്? 1/4. അതായത് പി 1/2ഉം 1 മൈനസ് പി 1/2. അപ്പോഴാണ് നമുക്ക് പി ക്യൂവിന് മാക്സിമം വാല്യൂ എടുക്കാൻ പറ്റുക. പി ക്യൂവിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1/4. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 1 മൈനസ് 1/4 എൻ എപ്സിലോൺ സ്ക്വയർ ആയി. നോക്കിക്കേ, ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/4 എൻ എപ്സിലോൺ സ്ക്വയർ അല്ലെങ്കിൽ പി ക്യൂ ബൈ എൻ എപ്സിലോൺ സ്ക്വയർ എന്താവും? ടെൻസ് ടു 0. 0യിലേക്ക് പോകും, കാരണം ഡിനോമിനേറ്ററിൽ എൻ കിടക്കുക. സോ ഈ ഹോൾ സ്റ്റേറ്റ്മെന്റ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്താകും? ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ദിസ് വിൽ ടെൻസ് ടു 1. സോ കിട്ടിയല്ലോ, ദിസ് പ്രോബബിലിറ്റി വിൽ ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പം നമ്മളിത് എവിടെ നിന്നാണ് പ്രൂവ് ചെയ്തത്? ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി ഉപയോഗിച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ അറിയണമെങ്കിൽ ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റി നല്ല ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ എന്ത് കൺസിഡർ ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസസ് ഇൻ എൻ ട്രയൽസ്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് ഫ്രീക്വൻസിയുടെ മീനും വേരിയൻസും എടുത്ത് ഷെബിഷെഫ്സ് ഇൻഇക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഫോമിലേക്ക് വരിക. അപ്പോൾ ഈ പ്രൂഫ് എല്ലാവരും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 എക്സാമ്പിൾ ഉണ്ട്. വർക്കൗട്ട് എക്സാമ്പിൾസ് ആണ്, അതൊന്ന് നോക്കുക. 5.7ഉം 5.8ഉം. അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പം എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, അത് പൊതുവായിട്ട് പറയുന്നില്ല, കാരണം ആ എക്സാമ്പിൾ ചോദിക്കുമെന്ന് തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കുമെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എക്സാമ്പിൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.